പോയപ്പോ സോദരങ്ങളും അകന്നു മാറിയപ്പോ സ്നേഹം വന്നു വീടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം വന്നു വീടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ അകർക്കുമെന്ന് ഇനിയും മുഴകിടുമ്പോ. ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ അകർക്കുമെന്ന് ഇനിയും മുഴകിടുമ്പോ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. സത്യദൈവ സഭയുടെ സ്വാതന്ത്ര്യദിന പരിപാടിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ആത്മീക സന്ദേശ പ്രചരണ ജാഥയാണ് ഈ മലയം സഭയുടെ മുൻപിൽ ആയിരിക്കുന്നത്. നല്ലവരും ബഹുമാന്യരുമായ ദേശനിവാസികളെ, ഞങ്ങൾ ഈ ശബ്ദം സീമയിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും എല്ലാവർക്കും അംഗീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക സത്യം നിത്യനാമം യേശുക്രിസ്തു എന്ന നാമം. ഈ നാമത്തെ ഉയർത്തുന്ന ഒരു 4 വരി ഗാനം നമുക്ക് പ്രാരംഭമായി ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. Aduna
പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഈ രാവിലെ മുതൽ ഈ സന്ധ്യാസമയം വരെ ദൈവത്തിന്റെ വചനവുമായിട്ട് ദേശത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ കടന്ന് മലയം സത്യദേവ സഭയുടെ മധ്യത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഒരുക്കി തരുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയെ ഒരല്പസമയം ഈ ദൈവവചന ശ്രദ്ധയ്ക്കായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ മഹാരാജ്യം ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 78 വർഷം തികയുന്ന ഈ സുദിനത്തില് വാസ്തവമായി ഇന്ത്യ മഹാരാജ്യം ശ്രേഷ്ഠമായ രീതിയിൽ തന്നെയാണ് ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. ആമൻ സ്വാതന്ത്ര്യം പ്രാപിച്ച ഇന്ത്യ മഹാരാജ്യം ഒറ്റമിച്ച് നിന്നുകൊണ്ട് ആമൻ ലോകരാജ്യങ്ങളെക്കിടയിൽ ആമൻ മധ്യത്തില് ഉയർത്തി കാണിക്കുന്നതായ അനുഭവങ്ങൾ വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആമൻ സ്വാതന്ത്ര്യം പ്രാപിച്ച് 28 വർഷം കഴിയുമ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് ആമൻ സ്വതന്ത്രം ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ പേടകങ്ങളെ അയക്കുവാൻ ഇടയായി തീർന്നു. ആമൻ സ്തോത്രം പലതമായ അനുഭവങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2000 ശേഷം ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞുകൊണ്ട് ആമൻ ചന്ദ്രനിലേക്ക് പേടകങ്ങളെ അയച്ച് ഇന്ത്യ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടിടയായി തീർന്നു. ആമൻ ലോകരാജ്യങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം ഹല്ലേലൂയ ആമൻ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലോ ആദ്യമായിട്ട് പേടകത്തെ അയച്ചത് ഇന്ത്യ എന്നുള്ള മഹാപേര് നമ്മുടെ മഹാരാജ്യത്തിനുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം വാസ്തവമായി നല്ലൊരു സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തില് യഥാർത്ഥമായിട്ടൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞുവോ? ആമൻ നിങ്ങളുടെ ജീവിതം ഇന്നൊരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലാണോ? ആമൻ രോഗം നിങ്ങളെ ബന്ധിക്കുന്നുണ്ടോ? അവൻ മനുഷ്യനെന്ന് നോക്കിയാൽ രോഗത്തിന്റെ ബലഹീനതകളിൽ മനുഷ്യൻ ഇന്ന് ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ശരിയായ വണ്ണം ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കുവാൻ നിവർത്തിയില്ലാതെ രോഗം മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. സുഖകരമായിട്ടൊന്ന് കിടന്നുറങ്ങുവാൻ നിവർത്തിയില്ലാതെ മനുഷ്യന് രോഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ സമാധാനങ്ങളും എന്തൊക്കെ സന്തോഷങ്ങളും പറഞ്ഞു തന്നാലോ അവൻ സ്തോത്രം ചെയ്യുന്നു, ശരിയായ ഒരു സമാധാനം, ഒരു സന്തോഷം അവൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് ഹല്ലേലൂയ ഒന്ന് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ആമൻ സ്വാതന്ത്ര്യം മഹാരാജ്യം സ്വാതന്ത്ര്യം നേടി, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അനുഭവത്തിൽ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ആമൻ സ്തോത്രം മരുന്നിന് അടിമപ്പെട്ട് രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപം നിമിത്തമാണ് മനുഷ്യന് രോഗം കടന്നു വരുവാനിടയായി തീരുന്നത്. പാപത്താൽ രോഗവും രോഗത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ ബന്ധനത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് പറയുവാനുള്ളത് ആമൻ നിങ്ങളെ ഒന്ന് രക്ഷിക്കുവാൻ, നിങ്ങളെ ഒന്ന് വിടുവിക്കുവാൻ ഒരു മനുഷ്യർക്ക് ഒരു മരുന്നിനും കഴിയാതിരിക്കുമ്പോൾ ആമൻ നിങ്ങളെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് ആമൻ നിങ്ങൾക്കൊരു വിടുതൽ തരുവാനായിട്ടിടയായി തീരും, നിങ്ങൾക്കൊരു രക്ഷയെ തരുവാനിടയായി തീരും. നിങ്ങൾ എത്ര തന്നെ മരുന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ രോഗത്തിനൊരു മാറ്റം വരുന്നില്ലയോ, നിങ്ങൾക്ക് എത്ര തന്നെ നിങ്ങൾ മരുന്ന് പൈസ ചെലവാക്കിയിട്ട് നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കുന്നില്ലയോ, എന്നാൽ ഒരു വിടുതൽ തരുവാൻ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് മനുഷ്യരാശി 2000 വർഷങ്ങൾക്ക് മുമ്പ് ബന്ധനത്തിൽ കിടന്ന മനുഷ്യന്, പിശാചിന്റെ ബന്ധനത്തിൽ കിടന്ന മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് കയറി ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് പാപത്തിൽ കിടക്കുന്ന മനുഷ്യന് വിടുതൽ കൊടുത്ത് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ഈ ലോകത്തിൽ മാത്രമല്ല അവന്റെ ആയുസ് ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറുമ്പോൾ അവനൊരു നിത്യ സ്വർഗം കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വലിയ സുവിശേഷം ഇന്ന് പകൽക്കാലം ഈ ദേശത്തിനോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു.
പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ രോഗത്തിന് ബന്ധനമായിരിക്കും. അവൻ സ്തോത്രം, എനിക്ക് മറ്റൊന്നിലും വിഷയമില്ല എന്ന് പറയുന്നിരിക്കും. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തലമുറകള് ലഹരിയുടെ അടിമത്തത്തിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, തലമുറകള് നാശത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സ്വത്രം ചൊന്നെത്തി നിൽക്കുന്നു. സ്കൂളിലേക്ക് നോക്കുമ്പോൾ ടീച്ചർ ഒരു ദിവസം ഒരിക്കൽ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, നമ്മുടെ സ്കൂളുകൾ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞു, ലഹരിയുടെ അടിമയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. അവൻ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു പറയുന്നു, അവൻ ദേശം നമ്മുടെ കൈവിട്ട് പോയി ലഹരിക്ക് അടിമയായി തീർന്നിരിക്കുന്നു. ഇതിൽ നിന്നൊരു മോചനം ആർക്ക് കൊടുക്കുവാൻ കഴിയും? ആർക്ക് ഇതിൽ നിന്നൊരു വിടുതൽ കൊടുക്കുവാൻ കഴിയും എന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഉറപ്പോട് ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ചങ്കുറ്റത്തോട് പറയുവാനുണ്ട്, നിങ്ങൾക്കൊരു വിടുതൽ തരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പാപത്തിലും രോഗത്തിലും അടിമത്തത്തിലായിരുന്ന നമ്മെ വിടുവിച്ച് അവൻ ഇന്ന് ഇവിടെ കൊണ്ടു നിർത്തി ദൈവത്തിന്റെ വചനത്തെ ഘോഷിപ്പിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങളെ ഏത് പിശാചാണോ, ഏത് ബന്ധനമാണോ, ഏത് പൈശാചിക ശക്തിയാണോ നിങ്ങളെയോ നിങ്ങളുടെ തലമുറകളെയോ അടിമയാക്കി വച്ചിരിക്കുന്നത്, അതിൽ നിന്ന് വിടുതൽ തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അവൻ തലമുറകൾ ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ തലമുറകൾ മൊബൈലിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. തലമുറകളുടെ അടിമത്വം മൊബൈലായി മാറിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങളോളം ഗെയിം കളിച്ച് ജീവിതത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ. ജനത്തിന് ദൈവത്തിനും അവൻ ദേശത്തിനും ഉന്നതന്മാരായി തീരേണ്ടവര് അവൻ തന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ നിന്നും ആര് വിടുവിക്കും? എത്ര തന്നെ പലരും ഉപദേശിച്ചിട്ട് അവൻ ആ ഉപദേശം കൈക്കൊള്ളുവാനുള്ള ഒരു നല്ല മനസ്സ് അവന്റെ ഉള്ളറകളിൽ ഇല്ലാതിരിക്കുകയാണ്. അവൻ എന്നാൽ ഇന്ന് പകൽക്കാലം അവൻ എവിടെ നിന്ന് വിടുവിക്കുവാൻ, ഏത് ബന്ധനത്തിൽ നിന്നും വിടുവിക്കേണ്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിന്റെ പാദത്തിലേക്ക് കടന്നു വന്നാൽ നിശ്ചയമായിട്ട് നമ്മുടെ വിടുതല് നമുക്കൊരു ജയമുണ്ട്, നമുക്കൊരു രക്ഷയുണ്ട്. കർത്താവ് പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തെ മുറുകെ പിടിക്കുന്നവന്, ആ നാമത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവന്, ആ നാമത്തെ ഹൃദയത്തിനകത്ത് ഉൾക്കൊള്ളുന്നവന് രക്ഷിക്കുവാൻ അവന്റെ അടുക്കൽ ഇന്നിറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങള്, നിങ്ങൾ ഏതൊക്കെ ബന്ധനത്തിലാണോ, ഏതൊക്കെ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തിലാണോ ആയിരിക്കുന്നത്, രോഗം നിങ്ങളെ അലട്ടുന്നുണ്ടോ, ശാപം നിങ്ങളെ അലട്ടുന്നുണ്ടോ, മഹാവ്യാധികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ, ഏത് രോഗത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും സാഹചര്യത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ആ കർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാമെങ്കിലോ, യേശുവേ നീ എന്റെ ഹൃദയത്തിനകത്ത് വരണം, നീ എന്റെ ഭവനത്തിനകത്ത് വരണം, എന്റെ തലമുറയ്ക്ക് വിടുതൽ തരണം, എന്നെ ബന്ധിച്ചിരിച്ചു വെച്ചിരിക്കുന്നതായ ആ രോഗബന്ധനത്തിൽ നിന്ന് എനിക്കൊരു രക്ഷയെ തരണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിലോ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് സർവശക്തനായ ദൈവം, സകലത്തിന്റെ സൃഷ്ടിതാവായ അവൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. ആ രക്ഷ ഇന്ന് സ്തോത്രം ദേശം മുഴുവനും വിളിച്ചറിയിച്ചുകൊണ്ട് വാസ്തവമായിട്ടൊരു സ്വാതന്ത്ര്യം, വാസ്തവമായിട്ട് നിങ്ങൾക്കൊരു നിത്യരക്ഷ, അവൻ വാസ്തവമായിട്ട് ഈ ലോക ജീവിതം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു സന്തോഷം രാമൻ രാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ തക്കവണ്ണം ആ കർത്താവിന്റെ വചനം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഞങ്ങൾ വിളിച്ചു പറയുന്നതായ ഈ കർത്താവായ യേശു ക്രിസ്തു അവൻ ലോകത്തെ രക്ഷിക്കുവാൻ ഇന്ന് അവൻ സ്വതന്ത്രം കടന്നു വന്ന് അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്നവരെ ഒരിക്കലും കൈവിടാതെ വണ്ണം സൂക്ഷിക്കുന്നവനായ ദൈവം, ഒരിക്കലും നിന്നെ തള്ളിക്കളയാത്തവനായ ദൈവം. ബന്ധുക്കൾ നിന്നെ തള്ളിക്കളയും, ചാർച്ചക്കാർ നിന്നെ തള്ളിക്കളയും, സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളയും, എന്നാൽ ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവ് ആ ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ സ്വതന്ത്രം നീ ആ രക്ഷകനെ കരസ്ഥമാക്കിയാൽ, ആ യേശു കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനായി
മുൻകൈയിട്ട് നീ സ്വീകരിക്കുകയാണെങ്കിലോ അവൻ സ്തോത്രം കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, ഈ ലോകരാജ്യത്തിന്റെ ഭരണങ്ങളെല്ലാം അസ്തമിക്കും. അവൻ സ്തോത്രം ഒരിക്കൽ നെപ്പോളിയൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വാളുകൊണ്ടും കുന്തം കൊണ്ടും യുദ്ധമുറകൾ അഭ്യസിപ്പിച്ചു ഞങ്ങൾ പിടിച്ചടക്കിയ സാമ്രാജ്യങ്ങളെല്ലാം അവൻ സ്തോത്രം അസ്തമിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ സാമ്രാജ്യം സ്നേഹം കൊണ്ട് പിടിച്ചടക്കിയത് ആർക്കും ഒരിക്കലും അസ്തമിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ അവൻ സ്തോത്രം ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ എഴുതി വെക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനെ അവൻ സ്തോത്രം ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൽക്കാലികമായിട്ട് രോഗം മാത്രമല്ല നിന്നെ തന്നു വിടുവിക്കുന്നത്, താൽക്കാലികമായിട്ടൊരു സുഖം മാത്രമല്ല തരുന്നത്. അവൻ കാലം കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മേധാരൂഢനായിട്ട് വരികയോ അവൻ 7 വർഷം തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ മണിയറയിൽ വാസത്തോട് കൊണ്ടുപോകുകയും അതിനുശേഷം 1000 വർഷത്തെ വാഴ്ചയ്ക്ക് ഈ ഭൂമിയിൽ വരുമ്പോൾ നിനക്കൊരു രാജാവിനെ പോലെ ഒരു ദേശത്തിൽ അധിപതിയെ പോലെ അവൻ ഭരണം നടത്തുവാൻ ഇടയായി തീരും. ആ കർത്താവ് നമ്മളെ വിളിക്കുകയാണോ? നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തന്നാൽ ആ ഹൃദയത്തിനകത്ത് ഞാൻ വാസം ചെയ്യുമ്പോൾ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ഏത് ബന്ധനമായാലും ഏത് ഇരുട്ടിന്റെ ശക്തിയായാലും ഏത് തിന്മയുടെ ശക്തിയായാലും ആ ശക്തിയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വിടുതൽ തന്ന് അവന്റെ രാജ്യത്തിലെത്തുമ്പോഴോളം നിന്നെ കൈപിടിച്ചു കൊള്ളാമെന്ന് വിളിച്ചു പറഞ്ഞ് ആ കർത്താവിന് ഇന്ന് രാത്രി ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ മലയം പ്രദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ അടച്ച് ആ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? രാമസ്വത്രം നിങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിനകത്തായിരിക്കുക, വഴിവക്കത്തിലായിരിക്കുക, ഏത് ഭാഗത്തായിരുന്നാലും ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവേ നീ എന്റെ ഭവനത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് എന്ന് വരണമേ. എന്റെ കുടുംബം ശിഥിലമായി കിടക്കുകയാണ്, എന്റെ കുടുംബം തകർന്നു കിടക്കുകയാണ്, എന്റെ കുടുംബത്തിനകത്ത് ഒരു സ്വസ്ഥതയില്ല, എന്റെ തലമുറകൾ ഒന്നും ശരിയായ റൂട്ടിലല്ല. അവൻ സ്തോത്രം എന്നെ ഒന്ന് മടക്കി വരുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിലോ ഇന്ന് പകലോ അവൻ യേശു കർത്താവ് നിന്നെ വിടുവിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവ് ആരൊക്കെയാണോ ഇന്ന് പകൽക്കാലം അവൻ സ്തോത്രം ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നതോ, തലമുറയുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൻ ബന്ധനത്തിന്റെ ഒരു വിടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവോ, നിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ആരൊക്കെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവോ അവരെ അങ്ങ് രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ, അവരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ, അവർക്ക് രക്ഷയെ കൊടുക്കണമേ. നിത്യതയുടെ പ്രത്യാശയുടെ വാതിലോ എന്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി തുറക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. എല്ലാ മഹത്വം അപ്പന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വചനം കേട്ടവരാരും നശിച്ചു പോകത്തില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും.